നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ വാർഷിക പൊതുയോഗം ഇന്നലെ സെന്ററിൽ നടന്നു. പ്രസിഡന്റ് കെ.എ. ഖദീജാബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി.കെ. റഹീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് ടി.കെ. ഗംഗാധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഇ.വി. രമേശൻ, ട്രഷറർ സി.എസ്. തിലകൻ, ഹെഡ് നേഴ്സ് ലിൻസ, ഹോസ്പിസ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ കരീം വേണാട്ട് എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ടി.കെ. ഗംഗാധരനെ ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ ഷോൾ അണിയിച്ച് ആദരിച്ചു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, രക്ഷാധികാരി ഹംസ കൊണ്ടംപിള്ളി, എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി കെ.എ. ഖദീജാബി പ്രസിഡന്റ്, പി.കെ. റഹീം, കരീം വേണാട്ട് വൈസ് പ്രസിഡന്റുമാർ, സി.എസ്. തിലകൻ സെക്രട്ടറി, പി.കെ. ധർമ്മരാജ്, കെ.കെ. സേതു ജോയിന്റ് സെക്രട്ടറിമാർ, ഫസീല ടീച്ചർ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ആൽഫ തിരുവല്ല സെന്ററിൽ വോളണ്ടിയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആൽഫ തിരുവല്ല സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി ക്ലാസ് നയിച്ചു. സെക്രട്ടറി പ്രകാശ്, സെൻട്രൽ കമ്മിറ്റി മെമ്പർ ദീപ്തി, ട്രഷറർ വിജയമ്മ, കമ്മ്യൂണിറ്റി മെമ്പർ അബിബ്, നഴ്സുമാരായ പ്രിയങ്ക, ശ്രുതി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മൽക്കീസ എന്നിവർ സന്നിഹിതരായിരുന്നു. ആൽഫ ആശിഷ് കെയർ ഹോമിൽ ഭക്ഷണം നൽകി വിവിധ കുടുംബങ്ങൾ. ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗമായ പ്രൊഫസർ ടി.പി. ജമീല തന്റെ സഹോദരൻ ഡോക്ടർ ടി.പി. അബ്ദുൾ റഷീദിന്റെ ഓർമ്മദിനമായ വെള്ളിയാഴ്ചയാണ് ഉച്ചഭക്ഷണം നൽകിയത്. വലപ്പാട് സ്വദേശിനി കരിപ്പാടത്ത് സിന്ധു വത്സൻ ശനിയാഴ്ചയും, ഏങ്ങണ്ടിയൂർ സ്വദേശിനി പള്ളിക്കടവത്ത് രശ്മി തന്റെ അമ്മയുടെ ഓർമ്മ ദിവസമായ ഇന്നും ഉച്ചഭക്ഷണം നൽകി. ആൽഫ ചാലക്കുടി സെന്ററിന്റെ എക്സിക്യൂട്ടീവ് യോഗം വ്യാഴാഴ്ച സെന്ററിൽ ചേരുമെന്ന് സെക്രട്ടറി ഉഷാദേവി അറിയിച്ചു. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.